ചൂട് കട്ടനപ്പം ഒരു കപ്പയും ബീഫും ആക്കിയാലോ? നമ്മളിവിടെ ഇറച്ചിയും പുളിയും എന്നാണ് കേട്ടോ പറയലുള്ളത്. കൂടുതലായിട്ട് വൈകുന്നേരങ്ങളിലാണ് ഇതുണ്ടാക്കാറ്. അപ്പം നമുക്ക് ഇന്ന് ഇതാക്കല്ലേ, അതിനായിട്ട് നെയ്യില്ല എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ എടുക്കേണ്ടത്. പിന്നെ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ചധികം മല്ലിപ്പൊടി, ഉലുവ, പെരിഞ്ചീരകപ്പൊടി, ഉപ്പ്, പിന്നെ ഇച്ചിരി വിനെഗറും വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കറിൽ വേവിച്ചെടുക്കുക. പിന്നെ വെള്ളത്തിലേക്ക് ഉപ്പും കപ്പയും ചേർത്ത് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ആദ്യം തിളപ്പിച്ച വെള്ളം മാറ്റി വേറെ വെള്ളത്തിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും തിളപ്പിക്കുക. വെന്ത് വന്നാൽ കപ്പ ഊറ്റി ഒടിച്ചെടുക്കുക. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ബീഫിലേക്ക് കപ്പ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി കട്ട് ചെയ്തത് ചേർത്ത് ബ്രൗൺ കളറായി വരുമ്പോൾ ഗരം മസാലയും കുരുമുളക് പൊടിയും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇത് കപ്പയിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ഇറച്ചിയും പുളിയും റെഡിയായി. ഇനി എന്താ, വിളമ്പി കഴിക്കണേ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കി. നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയലെന്നുള്ളത് ഒന്ന് കമൻ്റ് ആക്കണേ. അപ്പോൾ ശരി എന്നാൽ പിന്നെ കാണാം.